എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തെ ആയുർവേദത്തിൽ ചികിത്സകളുടെ മാസമെന്ന് വിളിക്കുന്നത്? കർക്കിടക കഞ്ഞിയുടെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? ശാസ്ത്രീയവും ആയുർവേദപരവുമായ കാഴ്ചപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കർക്കിടക മാസം ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാലം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത. ഹെൽത്ത് ടോക്സ് വിത്ത് ഡോക്ടർ ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ മഴക്കാലത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടമാണ് കർക്കിടക മാസം. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ ശരീരത്തെയും ദഹനശക്തിയെയും സ്വാധീനിക്കാമെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയമായി കർക്കിടക മാസത്തെ ആയുർവേദം കണക്കാക്കുന്നു. ഈ കാലയളവിൽ വ്യക്തിയുടെ പ്രകൃതിയും ആരോഗ്യനിലയും വിലയിരുത്തി അനുയോജ്യമായ ആയുർവേദ ചികിത്സകൾ നൽകാറുണ്ട്. അഭ്യംഗം, പീച്ചിൽ, ഞവരക്കിഴി, പഞ്ചകർമ്മ തുടങ്ങിയ ചികിത്സകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നു. ഈ ചികിത്സകളുടെ ലക്ഷ്യം ശരീരത്തെ പരിപാലിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുക എന്നതാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ ചികിത്സ അനുയോജ്യമാകണമെന്നില്ല. അതിനാൽ സ്വയം ചികിത്സ ചെയ്യാതെ യോഗ്യനായ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് വളരെ പ്രധാനമാണ്. കർക്കിടക മാസത്തിലെ മറ്റൊരു പ്രധാന പരമ്പരാഗത ഭക്ഷണമാണ് കർക്കിടക കഞ്ഞി. ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ധാന്യങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഈ കഞ്ഞി മഴക്കാലത്ത് ശരീരത്തിന് പോഷണവും ദഹനത്തെ പിന്തുണയ്ക്കുന്നതുമായ ഒരു പരമ്പരാഗത ഭക്ഷണമായാണ് കേരളത്തിൽ തലമുറകളായി ഉപയോഗിച്ചു വരുന്നത്. കർക്കിടക മാസം ചികിത്സകൾ മാത്രം ചെയ്യാനുള്ള സമയം എന്നതിലുപരി ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അവസരം കൂടിയാണിത്. സമീകൃതമായ ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം, ശുചിത്വം, ലഘുവായ വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയും ഈ കാലഘട്ടത്തിൽ ഒരുപോലെ പ്രധാനമാണ്. ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു മാസത്തേക്കുള്ള കാര്യമല്ല. എന്നാൽ ആരോഗ്യകരമായ ശീലങ്ങൾ ആരംഭിക്കാൻ കർക്കിടക മാസം ഒരു മികച്ച അവസരമാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കുക. ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ വിവരങ്ങൾക്കായി ഹെൽത്ത് ടോക്സ് വിത്ത് ഡോക്ടർ ഹരിത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.